എന്നും ചോറ് കഴിച്ച് കഴിച്ച് മടുത്ത്. മക്കൾക്കാണെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കണം എന്ന് വിചാരിക്കുകയാണ്. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് മക്കൾക്കാണെങ്കിൽ എപ്പോഴും വിശപ്പാണ്. നമ്മളങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മോക്കങ്ങനെ വിശപ്പില്ല, മോനാണ് വിശപ്പ്. അവൻ ചുമ്മാ ഇങ്ങനെ പറയുന്നതാണ്, പക്ഷെ ഒരു ഇത്തിരിയേ കഴിക്കുകയുള്ളൂ. അവൻ എന്തെങ്കിലും ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെയാണ് അവൻ്റെ ഒരു പ്രകൃതം. അങ്ങനെ ഞാൻ നമ്മളെ ചിക്കൻ വെച്ചിട്ട് കുക്കർ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കുക്കർ ബിരിയാണി എന്ന് പറഞ്ഞാൽ കുക്കറിനകത്ത് ചിക്കൻ ഇട്ട് വേവിക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് കുക്കറിനകത്ത് ഈ അരിയും ചിക്കനും എല്ലാം കൂടെ വെച്ചിട്ട് ഇങ്ങനെ ബിരിയാണി ആയിട്ട് വേവിച്ചെടുക്കുമല്ലോ, അതെനിക്കറിയാൻ വയ്യ. അത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ പലതും കുഴഞ്ഞെങ്ങാനും പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഫുള്ള് വേസ്റ്റ് ആവത്തില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു അളവും പരിവവും എനിക്കറിയാൻ വയ്യ. ഞാൻ കുക്കറിനകത്ത് എപ്പോഴും ഉള്ളതാണ് നമ്മളെ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ആവിയിൽ മറ്റേ ആ കുക്കറിൻ്റെ ഉള്ള സാധനം ഉണ്ടല്ലോ സുന, ആ സാധനം മാറ്റിയിട്ട് മുകളിൽ കൂടെ ആവി ഇങ്ങനെ പോകുന്ന സമയത്ത് ഇത്തിരി വെയിറ്റ് ഇട്ട് കൊടുക്കും. അപ്പോഴത്തേക്കും നല്ല രീതിയിൽ ആ ചിക്കൻ്റെ അകമൊക്കെ വേവും. പിന്നെ നമുക്ക് കറിക്കകത്തിട്ട് കുറേ നേരം ഇങ്ങനെ വയറ്റി വേവിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ചിക്കൻ്റെ ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അങ്ങനെ ഞാൻ ഉള്ളിയൊക്കെ അരിയുന്നതെന്ന് വെച്ചാൽ പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ വെള്ളവും കൂടെ വയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ അരിക്കുള്ള വെള്ളവും കൂടെ വയ്ക്കുന്നുണ്ട്. പിന്നെ ഈ ഉള്ളി നല്ലപോലെ നൈസിന് അരിഞ്ഞെടുക്കുകയാണ്. ഇത് നമുക്ക് വറുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു എയർ ഫ്രയറിനകത്ത് ഞാൻ മേടിച്ചതെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ള രീതിക്കാണ് മേടിച്ചത്. പക്ഷേ ഇത് മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനകത്ത് എന്തോ ഉണ്ടാക്കും എന്നുള്ള രീതിയാണ്. പക്ഷേ കുറേ സാധനങ്ങൾ ഉണ്ടാക്കാം, കേക്ക് പിന്നെ എന്തൊക്കെയോ ബേക്ക് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും. ഞാനൊന്നും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷേ ഉള്ളി ഞാൻ ഇങ്ങനെ നമുക്ക് ഉള്ളി ഇങ്ങനെ എണ്ണയ്ക്കകത്ത് കുറേ നേരം വഴറ്റിയെടുക്കുക, കുറേ എണ്ണ വേണം. പക്ഷേ ഈ സംഭവം സൂപ്പറാണ് കേട്ടോ. ഇതിനകത്ത് നല്ല രീതിയിൽ കുറച്ച് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കും. 10 മിനിറ്റ് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈ ഉള്ളിയെല്ലാം നല്ല വറുത്ത് നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ ഈ ബിരിയാണിയൊക്കെ വെക്കുമ്പോഴത്തേക്കും ഞാൻ ചിക്കൻ ബിരിയാണിയൊക്കെ വെക്കുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് ട്രൈ ചെയ്യുന്നത്. പിന്നെ ഞാൻ മറ്റേ മല്ലിയില പുതിനയില ഫസ്റ്റ് ടൈമാണ് മേടിക്കുന്നത് കേട്ടോ. ഇതുവരെ ഞാൻ പുതിനയില എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് പുതിനയില മേടിക്കുന്നത്. ഇതുവരെ പുതിനയില വെച്ചിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പം ബിരിയാണിക്കകത്ത് ഇടാൻ വെച്ചിട്ടാണ് ഞാൻ ജിയോ മാർട്ടിൽ നിന്ന് മേടിച്ചത്. പിന്നെ അരി കുറച്ചിരുന്നായിരുന്നു, കുറച്ചും കൂടെ ജിയോ മാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് മേടിച്ചായിരുന്നു. അങ്ങനെ അതെല്ലാം കൂടെ കഴുകി വൃത്തിയാക്കിയിട്ട് കുറേ വെള്ളത്തിൽ കഴുകണം, എന്നാലേ അതിൻ്റെ ഒരു പശപ്പ് പോകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇല്ല കുറുകുറായിരിക്കും, ഒരുമാതിരി വെന്ത് ഉടഞ്ഞു പോകും. പക്ഷേ ഇതിനകത്ത് വലിയ വേവില്ല. നമ്മൾ അരി തിളയ്ക്കുമ്പോഴത്തേക്കും നാരങ്ങ നീര് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കത്തില്ല. ഇത് പക്ഷേ അത്രയ്ക്കും വേവുള്ള അല്ലായിരുന്നു. ഇന്ന് തിളച്ചൊരിത്തിരി കഴിയുമ്പോഴത്തേക്കും അപ്പോഴേ അങ്ങ് അടച്ചൂറ്റണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ അരിക്കകത്ത് ഒട്ടാതിരിക്കാനായിട്ട് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കണം. ഞാൻ വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ സവാളയാണ് ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ബിരിയാണിക്ക് ചേർക്കുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ, അറിയാത്തവർക്കായിട്ടാണ് ഞാൻ പറയുന്നത്. സവാളയാണ് കുറേ ആയിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ കുറച്ച് നമ്മൾ മുളക് പൊടിയെക്കാട്ടി കൂടുതലായിട്ട് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു കളറൊക്കെ കറക്റ്റായിട്ട് വരും. പിന്നെ പുതിനയിലയും മല്ലിയിലയൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇരുന്നുകൊണ്ട് അതെല്ലാം ഞാൻ ഇട്ട് കൊടുത്ത് എൻ്റെ ചിക്കൻ താണ്ട നല്ലപോലെ അതിനകത്ത് നിന്ന് ആവിയിൽ നല്ലപോലെ പുഴുങ്ങി എടുത്തുകൊണ്ട് നല്ലപോലെ വെന്ത് അപ്പോൾ ഇതിനകത്തോട്ടിട്ട് ഒന്ന് ആ ഒരു ആവിയിൽ കിടന്ന് വേവണം. കുറേ വെള്ളം ഒഴിക്കാൻ പാടില്ല. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങ് ചിക്കൻ കറി പോലെ ആവും. നമുക്ക് അങ്ങനെ വേണ്ടല്ലോ, നമുക്ക് ബിരിയാണി ഉണ്ടാക്കണോണ്ട് അങ്ങനെ വേണ്ട. പിന്നെ നല്ല വിഭവ സമൃദ്ധമായിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. മുട്ട പുഴുങ്ങിയായിരുന്നു. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പില്ലാത്തതുകൊണ്ട് ഉണക്കമുന്തിരിങ്ങയാണ് ഞാൻ ഇട്ടത്. ഇത്തിരി അഫോർഡബിൾ റേറ്റിനാണ് ഉണ്ടാക്കിയത് കേട്ടോ. അതുകൊണ്ട് ഉണക്കമുന്തിരിങ്ങയൊക്കെ നല്ലപോലെ നെയ്ക്കകത്ത് വറുത്ത്, കുറേ നെയ്യ് ഒഴിച്ചില്ല, ചേട്ടന് ഇഷ്ടമല്ല നെയ്യിൻ്റെ സ്മെല്ല്. പിന്നെ ദാണ്ട കുക്കറിനകത്താണ് ദം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുക്കർ ബിരിയാണി എന്ന് എടുത്ത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ സാധാ നമ്മൾ പാത്രത്തിലാണ് വെക്കുന്നതിന് പാത്രം ബിരിയാണി എന്ന് ഞാൻ പറഞ്ഞതിന്, പക്ഷേ കുക്കറിനകത്തായതുകൊണ്ട് കുക്കർ ബിരിയാണി എന്ന് പറഞ്ഞ് ആദ്യം നമ്മൾ ഇത്തിരി റൈസ് ഇട്ട് പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ഉണക്കമുന്തിരിങ്ങ ഇട്ട് കൊടുത്തിട്ട് കുറച്ചിൽ വറുത്ത് വെച്ചിരുന്ന ആ സാധനവും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മേളിൽ ചെറിയൊരു ലെയർ ഞാൻ ഇടും. അങ്ങനെയല്ലേ ദം ചെയ്യുന്നത്. ഞാനിങ്ങനെയാണ് ദം ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് 2 ലെയറായിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ ചിക്കൻ ഇതിൻ്റെ മേളിലോട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കോരി ഇത്തിരി അതിൻ്റെ ഒരു നീരുമായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കും. ആ കറിയുമായിട്ട് എടുത്ത് വെച്ചിട്ട് പിന്നെ അതിൻ്റെ മേളിൽ ഞാൻ ചോറിടും. അതിൻ്റെ മേളിൽ ചോറിട്ടിട്ട് പിന്നെ അതിൻ്റെ മേളിൽ മറ്റേ ആ വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ആ സുനകളെല്ലാം വാരി ഇട്ടിട്ട് പിന്നെ അത് മറച്ചൊരിത്തിരി ചോറിട്ടിട്ട് പിന്നെ ചിക്കനൊക്കെ അങ്ങനെയാണ് ഞാൻ ഇട്ട് വെക്കുന്നത്. പക്ഷേ സംഭവം സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ മേളിൽ ഇങ്ങനെ ഗാർണിഷ് ചെയ്യാനായിട്ട് ആ പുതിനയിലയുടെ കമ്പൊക്കെ ഇങ്ങനെ കുത്തി വെക്കുന്നുണ്ട്. പിന്നെ അപ്പം തന്നെ നമ്മൾ ആ മുട്ടയൊക്കെ തിളയ്ക്കുന്നുണ്ട്. മുട്ടയൊക്കെ വെന്ത് പിന്നെ ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊരു കരണ്ടിയുടെ ബാക്കിലത്തെ സാധനം വെച്ചിട്ട് ഇങ്ങനെ താത്തൊരു കുത്തി ഇങ്ങനെ കൊടുക്കണം കേട്ടോ. അപ്പോഴത്തേക്കും അടച്ചു വയ്ക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആവി പോവും, അല്ലെങ്കിൽ ചിലപ്പോൾ അടി കരിയാനുള്ള ചാൻസ് ഉണ്ട്. ഇത് അമ്മായിയമ്മ പറഞ്ഞെന്ന ട്രിക്കാണ് കേട്ടോ. പക്ഷെ ഞാൻ ചോറൊക്കെ അടച്ചൂറ്റുമ്പോഴും എല്ലാം ഇങ്ങനെ ഒരു ട്രിക്ക് ഞാൻ പ്രയോഗിക്കാറുണ്ട് കേട്ടോ.
പിന്നെ ദാണ്ട പപ്പടം പൊരിച്ച്, പപ്പടമൊക്കെ പൊരിക്കുന്നത് വെച്ചാൽ ഇത്തിരി പോലെ എണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ പൊരിക്കുന്നത്. ചേട്ടൻ പറയും, ചിലപ്പോഴൊക്കെ പറയും നീ എണ്ണ കുടിക്കുമെന്ന് പറയും. ഞാൻ എണ്ണയൊന്നും കുടിക്കാറില്ല. എന്നുവെച്ചാൽ നമ്മൾ എന്നും മീൻ പൊരിക്കും, അതിന് എണ്ണ വേണം. അതൊക്കെ ഇവർക്കൊന്നും അറിഞ്ഞുകൂടല്ലോ. ഇതൊക്കെ കേൾക്കാനായിട്ടാണ് ഞാൻ പറയുന്നത്. എണ്ണ നമ്മൾ എന്നും പൊരിക്കുന്നില്ലെങ്കിൽ വലിയ എണ്ണയുടെ ആവശ്യമൊക്കെ ഒന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.